ഇനി നമ്മൾ പോകുന്നത് ചാലക്കുടി ബ്യൂട്ടി പാർലർ ഉടമ ഷീല സന്നിക്കെതിരായ മയക്കുമരുന്ന് കേസ്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ കേസിൽ SIT നിയോഗിച്ചിരിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവി. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് SIT രൂപീകരിച്ചത്. കൊടുങ്ങല്ലൂർ DYSP VK രാജു ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേരുന്നത് ലെവിൻ K വിജയനാണ്. ലെവിൻ, ഇപ്പോൾ SIT നിയോഗിക്കാൻ ഈ ഉത്തരവുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അതുമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു അന്വേഷണ സംഘം എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ തന്നെ ഈ പ്രതി ഒരു തരത്തിലുമുള്ള ഒരു ഒന്നും അർഹിക്കുന്നില്ല എന്ന് കോടതി പോലും വ്യക്തമാക്കിയതാണ്. കാരണം ഇവർ 72 ദിവസം ജയിലിൽ കിടന്നു. എന്നാൽ 72 മണിക്കൂർ പോലും പ്രതി ഈ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കേസിൽ SIT രൂപീകരിക്കണം എന്നൊക്കെ ഹൈക്കോടതി നേരത്തെയും പറഞ്ഞതാണ്. നിലവിലെ നീക്കം എങ്ങനെയാണ് ലെവിൻ? ഷീല സന്നിയുടെ കേസിൽ നിരപരാധിയായ വീട്ടമ്മയെ കള്ളക്കേസിൽ കുടുക്കി മയക്കുമരുന്ന് കേസിൽപ്പെടുത്തി ജയിലിൽ കിടത്തിയ സംഭവത്തിലെ ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരണമെന്ന് ഹൈക്കോടതി പലവട്ടം ആവശ്യപ്പെട്ടതാണ്. അതനുസരിച്ചുള്ള അന്വേഷണങ്ങളിൽ അത്തരം വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല, ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ള ആരോപണ വിധേയനായിട്ടുള്ള നാരായണദാസ് എന്ന വ്യക്തിയെ ഇതുവരെയും പിടികൂടാനും പ്രത്യേക അന്വേഷണ സംഘങ്ങൾക്ക് കഴിഞ്ഞില്ല. ക്രൈംബ്രാഞ്ചും പോലീസുമാണ് ഈ കേസ് അന്വേഷിച്ചത്. പക്ഷേ ഈ രണ്ട് സംഘങ്ങൾക്കും ഈ പ്രതിയെ കണ്ടെത്താനോ കേസിലെ ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരാനോ കഴിഞ്ഞില്ല. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആഴ്ചകൾക്ക് മുൻപ് ഹൈക്കോടതി കർശന നിർദ്ദേശം വെച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചുകൊണ്ട് പ്രത്യേകമായി കേസ് അന്വേഷിക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി കൊടുങ്ങല്ലൂർ DYSP VK രാജുവിനെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി തീരുമാനിച്ചുകൊണ്ട് SITക്ക് രൂപം നൽകിയിരിക്കുന്നത്. VK രാജുവിന് പുറമെ 2 CIമാരും ഈ സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇത് സംബന്ധിച്ചിട്ടുള്ള ഫയലുകൾ ലഭിച്ചിട്ടില്ല. DGPയുടെ ഉത്തരവ് പുറത്തിറങ്ങിയതുള്ളൂ. ഈ ഫയലുകൾ ലഭിച്ചതിന് ശേഷം ഏതു നിലയിലായിരിക്കണം കേസ് അന്വേഷിക്കണം എന്നുള്ള കാര്യത്തിലായിരിക്കും ആദ്യം തീരുമാനമെടുക്കുക. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥരടക്കം ആരോപണ വിധേയരാണ്. ഷീല സന്നി എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഈ കേസിൽ പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപിക്കുന്നു. നമ്മൾ ന്യൂസ് മലയാളം സംരക്ഷണം ആരംഭിക്കുന്ന സമയത്ത് ലെവിൻ, ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സന്നിയെ മയക്കുമരുന്ന് കേസിൽ പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവി. വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ K വിജയൻ.